ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ അടുത്ത വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളെ കാണുന്ന ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. പ്രൊഫഷണൽ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രോക്കിനെ കട്ട് ചെയ്യേണ്ടത്, സ്റ്റിച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് വേണ്ടത് 3 മെഷർമെൻറ്റുകളാണ്. ലെങ്ത്ത്, അതുപോലെ ഷോൾഡർ മെഷർമെൻറ്റ്, ചെസ്റ്റ് മെഷർമെൻറ്റ്. അപ്പം നമുക്ക് ഈ ഒരു ഫ്രോക്കിനെ കുറിച്ച് ആദ്യം നോക്കാം. ഈ ഒരു നെക്കിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ടൈ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത് നമ്മൾ 3 പാനൽസ് ആയിട്ടാണ്. ഫ്രണ്ടിലേക്ക് 3 അതുപോലെ ബാക്കിലേക്ക് 3 പിന്നെ അതിൻ്റെ താഴെ വശത്തേക്ക് ഫ്രിൽസ് ഇതുപോലെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട മെഷർമെൻറ്റുകൾ ഏതൊക്കെയാണ്. ലെങ്ത്ത് മെഷർമെൻറ്റ് വേണം, അതുപോലെ ഷോൾഡർ മെഷർമെൻറ്റ്, ചെസ്റ്റ് മെഷർമെൻറ്റ്. ഇവിടെ ലെങ്ത്ത് മെഷർമെൻറ്റ് വരുന്നത് 18 ഇഞ്ചാണ്, ഷോൾഡർ വരുന്നത് 8.5 ഇഞ്ചാണ്, ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് 19 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു സൈസ് ഏകദേശം ഒരു 8-9 മാസം 10 മാസം പ്രായമായിട്ടുള്ള കുട്ടികളെ ഒരു സൈസായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏത് സൈസിലുള്ള കുട്ടികൾക്കും ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാം. എപ്പോഴും ഒരു പ്രൊഫഷണൽ കട്ടിങ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ കട്ടിങ്ങിൽ നമ്മൾ പാറ്റേൺസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അതായത് ഒരു പേപ്പറിൽ നമ്മളിതുപോലെ 2ആക്കി മടക്കി വെക്കും. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു അതിൻ്റെ മെഷർമെൻറ്റുകളും കാര്യങ്ങളെല്ലാം ഇതിൽ മാർക്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം. ഈ ലൈനിലാണ് നമ്മൾ എല്ലാ മെഷർമെൻറ്റുകളും കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ മെഷർമെൻറ്റ് ഇവിടെ വരുന്നത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ചിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് എത്രയാണ്? 4.25 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 4.25 ഇഞ്ചാണ് നമ്മൾ ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ മെഷർമെൻറ്റ് എത്രയാണ് അതിനെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കിട്ടുന്ന അളവിനെ നമ്മളിവിടെ ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈന് ചെറിയൊരു ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ മുകളിൽ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവ് എല്ലാ ഏജിനുള്ള കുട്ടികൾക്കും സെയിം എന്നാണ്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് ഓരോ ഏജിനുള്ള കുട്ടികൾക്കും വ്യത്യാസം ഉണ്ടാകും. അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നമുക്ക് താഴത്തേക്കായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാ സൈസിലുള്ള കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അതായത് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കണം. ഇത് ഈസി ആയിട്ട് ഷോൾഡർ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ സൈസിനനുസരിച്ചുള്ള ഷോൾഡർ സ്ലോപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/2 ഇഞ്ചിൻ്റെ താഴെ ആയിട്ടാണ് വരിക. നമ്മൾ സാധാരണ എന്താ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ്, 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓരോ സൈസിനും ഓരോ ഷോൾഡർ സ്ലോപ്പ് വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്താണ് നമ്മൾ നമ്മുടെ ആം ഹോൾ കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ ഫോർമുല നോക്കുക. ചെസ്റ്റിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലേക്ക് 1 ഇഞ്ച് കൂട്ടി കൊടുക്കുക. പക്ഷേ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ്? 19 ഇഞ്ചാണ് വരുന്നത്. അതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.1 കിട്ടും. എന്നിട്ട് 1 ഇഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ 4.1 ഇഞ്ച് 4.1 വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എല്ലാ മാർക്കിങ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് 4.1 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ഇതിൽ തന്നെയാണ് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെയാണ്. ഇനി താഴത്തേക്ക് നമുക്കിത് ആം ഹോളിൻ്റെ ഈ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇനി ഈ ആം ഹോൾ നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടുമല്ലോ. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിന്റിൽ നമുക്ക് വീണ്ടും സെൻറ്റർ കണ്ടുപിടിക്കണം. കണ്ടല്ലോ, ഇവിടെ നമുക്ക് വീണ്ടും ടാപ്പ് മടക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ കിട്ടും. അപ്പോൾ 2 ടൈപ്പ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തു. കണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഏതൊക്കെയാണ് മാർക്കിങ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് നോക്കാം. ചെസ്റ്റ് മെഷർമെൻറ്റ് ഫോർമുല നിങ്ങൾ നോക്കുക. നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റിലേക്ക് നമ്മൾ 3 ഇഞ്ച് ലൂസിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ് അതിലേക്ക് 3 ഇഞ്ച് ലൂസിങ്ങിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 19 ഇഞ്ച് ആയതുകൊണ്ട് അതിലേക്ക് 3 ഇഞ്ച് കൂട്ടുമ്പോൾ 22 ഇഞ്ച് കിട്ടും. ഇനി നമ്മളിവിടെ തുണി 4ആക്കി മടക്കിയിട്ടാണല്ലോ നമ്മൾ കട്ടിങ് ചെയ്യുക. അപ്പോൾ ആ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റായിട്ട് 5.5 ഇഞ്ചാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് മാത്രം പോരാ, നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി ഇതിലേക്ക് കൂട്ടി കൊടുക്കണം. അപ്പോൾ ആദ്യം 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു, പിന്നെ അതിലേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ്. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇത്രയാണ് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ്. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ ഒരു ലൈന് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പോയിന്റിൽ നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ ഒരു 1/4 ഇഞ്ച് നമുക്ക് ഉൾവശത്തേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തു, ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തു. ഇനി ഈ പോയിന്റുകൾ തമ്മിൽ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് സ്കെയിൽ യൂസ് ചെയ്തിട്ട്
ഇങ്ങനെ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ആമോൾ കെർവ് ഉണ്ടല്ലോ, ആ കെർവാണ് നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരക്കുന്നതെന്ന് കാണിക്കുന്നത് കണ്ടല്ലോ. ഇതുപോലെ നമ്മൾ വരച്ചെടുക്കണം. ഇനി ഈ പോയിൻറ്റും കൂടി തമ്മിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ആമോൾ കെർവ് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ എത്രയാണ് വേണ്ടത്? 18 ഇഞ്ചാണ് അല്ലേ? പക്ഷെ നമ്മളിവിടെ 1 ഇഞ്ചും കൂടി നമ്മൾ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 18 ഇഞ്ചിലേക്ക് 1 ഇഞ്ച് കൂട്ടി കൊടുത്താൽ 19 ഇഞ്ച് കിട്ടും. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മുടെ ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് ഉണ്ടല്ലോ, ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റ് ഇതുപോലെ ടാപ്പ് വെച്ച് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കിട്ടുമല്ലോ. ഇതാണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. ഈ സെൻറ്റർ മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ താഴത്തേക്ക് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ടാപ്പ് ആ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമുക്ക് 19 ഇഞ്ചാണല്ലോ വേണ്ടത്. 18 ഇഞ്ചാണ്, പക്ഷേ അതിലേക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് 19 ഇഞ്ച് വേണം. കണ്ടല്ലോ, 19 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്പുറത്തേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ ഈ ഒരു മുകളിൽ നിങ്ങൾ നോക്കുക, നമ്മൾ സ്ലോപ്പായിട്ടല്ല വരുന്നത്. അപ്പോൾ സെയിം താഴെ കിട്ടിയ അളവ് നമ്മൾ അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ ലെങ്ത്തിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുകളിൽ വരച്ച ലൈൻ ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പിൽ വരച്ച ലൈന്, ആ ലൈനിൽ നമ്മൾ ടാപ്പ് വെച്ചിട്ട് നമ്മൾ നേരത്തെ താഴെ മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിന്റ് വരെ എത്ര കിട്ടുന്നുണ്ട് നോക്കാം. ഇവിടെ എത്ര കിട്ടിയുള്ളത്? 19.2 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെയിം അളവ് വേണം നമ്മൾ അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് നമ്മുടെ ഷോൾഡറിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് 19 ഇഞ്ചാണ്, പക്ഷേ ഈ ലൈനിൽ വെക്കുമ്പോൾ നമുക്ക് 19.2 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 19.2 ഇഞ്ച് നമുക്ക് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ടാപ്പ് ഇവിടെ വെച്ചിട്ട് നമ്മളിവിടെ 19.2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് താഴെയുള്ള ലൈനിന് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. കണ്ടല്ലോ, സ്കെയിൽ ഞാൻ വരച്ചു. ഇപ്പോഴാണ് ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറിയിട്ടുള്ളത്. മറ്റേത് മുകളിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അത് സ്ലോപ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ താഴത്തെ മെഷർമെൻറ്റിൽ വ്യത്യാസം വരും. ഇനി നമുക്കിവിടെ ചെസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ എത്ര എടുത്തില്ല? 5.5 ഇഞ്ചാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ഇഞ്ച് നമുക്ക് കൂട്ടി കൊടുക്കാം. 7 ഇഞ്ച് കിട്ടും. ആ 7 ഇഞ്ച് വേണം നമ്മൾ താഴത്തെ ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ നമുക്കിതാ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് താഴെ കിടക്കുന്ന ഈ പോയിന്റിലേക്ക് നമുക്കിതുപോലെ ഒരു എലൈൻ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ എല്ലാ സൈസിലുള്ള കുട്ടികൾക്കും സെയിം തന്നെ കേട്ടോ. അതായത് നമ്മൾ അളവിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഇനി നമുക്ക് നെക്ക് എങ്ങനെ മാർക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ 2 പോയിന്റിൻ്റെയും സെൻറ്റർ. അപ്പോൾ ആ സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ നീട്ടി വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അളവിലാണ് നമ്മൾ ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ വരച്ചിട്ടുള്ള ഈ ലൈന് നമ്മുടെ ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം, നമ്മുടെ ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ബാക്ക് എന്ന് ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇനി ഈ വരച്ച ലൈനിൻ്റെ താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് വരുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ ഒന്നിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. കട്ടിങ്ങിൻ്റെ സമയത്ത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ലൈനാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫ്രണ്ട് എന്ന് മണിയിൽ എഴുതി വെക്കാം. ഇനി ഈ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആമോളിൻ്റെ ലൈന് വരുന്നത് കേട്ടോ. അപ്പോൾ അതുവരെയുള്ള ടാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ സെൻറ്റർ നോക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനി ഈ പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഈ ആമോളിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഈ പോയിന്റിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു കർവ് വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ആമോളിൻ്റെ ലൈന് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇനി ഫ്രണ്ട് നെക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മുകളിലേക്ക് വരക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആമോളിൻ്റെ ആ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നമുക്കിത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിലേക്ക് വേണം നമ്മൾ കർവ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫ്രഞ്ച് സ്കെയിൽ യൂസ് ചെയ്യാം. ഇനി ഇതില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ വരക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നീറ്റായിരിക്കും. ഓക്കെ, ഇനി ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്തു. നമ്മുടെ ആമോളിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെ പോട്ടെ. ഇനി നമുക്ക് താഴത്ത് ഇവിടെയുള്ളൊരു കർവ് വരച്ചു കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ഒരു നമ്മുടെ ചെസ്റ്റ് ലൈൻ കണ്ടല്ലോ, ഇത് ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചെസ്റ്റ് ലൈനിൻ്റെ ഇവിടെ ടാപ്പ് വെച്ചിട്ട് താഴത്തേക്ക് നോക്കുക എത്രയുണ്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് 14.25 ഇഞ്ചാണ്. 14.25 ഇഞ്ചിലാണ് കറക്റ്റ് ലെങ്ത്ത് വരുന്നത്. ഇനി ഇതേ അളവ് നമുക്ക് ഈ ഒരു ചെരിഞ്ഞ ലൈനിൽ നോക്കണം. ഇവിടെ 14.25 ഇഞ്ചാണ് കിട്ടുന്നത്. അതിവിടെ ഈ മറ്റേ ലൈനിൽ നമ്മുടെ ചെരിഞ്ഞ് കിടക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിലേക്ക് നോക്കുക. ഇവിടെ നമുക്ക് 14.25 ഇഞ്ചും അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ചും കുറച്ചിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 14.25 നിന്ന് 1/4 ഇഞ്ച് കുറക്കുമ്പോൾ നമുക്ക് 14.5 ഇഞ്ച് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 14.5 ഇഞ്ചിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ,
ഇനി ഈ ലൈനിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ കിട്ടും. ഇതാ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഫ്രഞ്ച് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇവിടെയും നമുക്ക് കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ താഴത്തെ കർവ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ, എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫ്രണ്ടും ബാക്കൊക്കെ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ നമ്മുടെ ആ പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ, അതിന് വേണ്ടിയിട്ട് മാർക്കിങ് കൊടുക്കാം. അപ്പോൾ താഴത്തെ ഫ്രില്ല് ഞാനിവിടെ ഏകദേശം ഒരു 3.5 ഇഞ്ചിലാണ് ഞാൻ താഴത്തെ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ താഴെ ഭാഗത്ത് ആദ്യം നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മടക്കി തയ്ക്കാനുള്ള പോർഷൻ വേണമല്ലോ ലാസ്റ്റിൽ ഫ്രോക്ക്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3.5 ഇഞ്ച് നമ്മുടെ ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ള 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മടക്കി തയ്ക്കാനുള്ള ഒരു 1/2 ഇഞ്ച്. ഇതേ ഷേപ്പിൽ തന്നെ വേണം നമ്മളിത് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 3.5 ഇഞ്ച് നമുക്ക് ഏതിനുള്ളതാണ്? നമ്മുടെ ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. താഴെ ഭാഗത്ത് നമ്മൾ ഫ്രിൽസ് വെച്ച് കൊടുക്കുന്ന ലെങ്ത്താണ് നമ്മുടെ 3.5 ഇഞ്ച് വരുന്നത്. ആ 3.5 ഇഞ്ചാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, ഞാനിതിങ്ങനെ ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് നമുക്ക് ഫ്രിൽസാണ്. ഇനി ഇത് മാത്രമല്ല, നമ്മളിവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത് മാർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്കിത് എത്ര കിട്ടുന്നുണ്ടെന്നുള്ളതൊന്ന് അളന്ന് നോക്കാം കേട്ടോ. കറക്റ്റ് ടാപ്പ് ഇതുപോലെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിലാണ് 7 ഇഞ്ച്, മറ്റേ സൈഡിലും ഇതുപോലെ 7 ഇഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14 ഇഞ്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ 3 പാനൽസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 14നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4.6 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 4.6 ഇഞ്ച് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിന് നമ്മൾ ഈ ഒരു ലൈനെ നമ്മൾ 3 പാനലാക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള കാൽക്കുലേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. കണ്ടില്ല, ടാപ്പ് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ടാപ്പ് പിടിച്ചിട്ട് നമുക്ക് 4.6 ഇഞ്ചിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പാനലായി നമ്മളുടെ 4.6 ഇഞ്ച്. ഇനി താഴത്തേക്ക് വരുന്ന ഈ ഒരു ഭാഗം നോക്കുക. ഇവിടെ നമുക്ക് എത്ര കിട്ടും? ഈ ഒരു സൈഡിലേക്ക് വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് എത്ര കിട്ടുന്നത് നോക്കുക. അതിപ്പോൾ നമുക്ക് 2.3 കിട്ടുന്നുണ്ട്. അപ്പോൾ 2.3 ഒരു സൈഡിലും മറ്റേ സൈഡിൽ 2.3 ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീണ്ടും 4.6 കിട്ടും. അപ്പോൾ നമ്മൾ കറക്റ്റാണ്. ഇനി ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ 3 ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാട്ടെ. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാൽക്കുലേഷൻ എത്ര മെഷർമെൻറ്റ് നോക്കാം. ഇവിടുന്ന് ടാപ്പ് ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റ് ആ ലൈനിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെക്കുക. നെക്കിൻ്റെ ഭാഗത്താട്ടോ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3.5 ഇഞ്ചസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ 3.5 മറ്റേ സൈഡിൽ 3.5. അപ്പോൾ എത്രയായി വരിക? 7 ഇഞ്ചസ് വരില്ല. 3.5 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 ഇഞ്ചസ് കിട്ടും. ഇനി നമുക്ക് 3 പാനലാക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2.3 ആണ് കിട്ടുന്നത്. അത് നമുക്കിതാ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.3 മാർക്ക് ചെയ്തു. അപ്പോൾ ഇതൊരു പാനലുള്ളത് റെഡിയായി. കണ്ടല്ലോ. ഇനി അപ്പോൾ നമ്മുടെ 3 പാനലിനുള്ളതും സെറ്റാണ്. ഇതാണ് നമ്മൾ ഒറ്റ പാനൽ സെറ്റായി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പാനലൊക്കെ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു പോയിൻറ്റും ഇവിടെ കിടക്കുന്ന ഈ ഒരു പോയിൻറ്റും കൂടി തമ്മിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ പാനൽസിനുള്ള സംഭവം റെഡി ആയിട്ടുള്ള 3 ആക്കി നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫ്രോക്കിനെ നമ്മൾ 3 പാനൽസാക്കി ഡിവൈഡ് ചെയ്തു. നമ്മുടെ ഇവിടെ താഴെ വരുന്ന കർവ് ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ സ്കല്ലോപ്പ് ഡിസൈൻ. ഈ സ്കല്ലോപ്പ് ഡിസൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്കിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു 1.5 ഇഞ്ചിലേക്കാണ് നമ്മളിങ്ങനെ ആ സ്കല്ലോപ്പിൻ്റെ ആ ഡിസൈൻ അത് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ വരച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ താഴത്തെ പോയിന്റിൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടും. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സെൻറ്റർ. എന്താ നമ്മുടെ ഫ്രഞ്ച് സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തു. വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 2 സൈഡിലേക്ക് ഒരേപോലെ തന്നെ ആ കർവ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ പാറ്റേൺ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യുക. അതേ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിവിടെ ആമോൾ കർവിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മുകളിലൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇപ്പോൾ നമുക്ക് 2 സൈഡാണ്, ഒന്ന് നമ്മുടെ ഫ്രണ്ടിനും ഒന്ന് നമ്മുടെ ബാക്കിനും വേണ്ടിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മുടെ ഫ്രണ്ടാണ്, ഈ ഒരു വരുന്ന ഭാഗം നമ്മുടെ ബാക്ക് പീസാണ്. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഓൺ ഫോൾഡ് ഞാനൊന്ന് എഴുതി വെക്കുന്നുണ്ട്. ഓൺ ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മടക്ക് വരുന്ന ഭാഗം, തുണി ഇങ്ങനെ മടക്കിയിടുന്ന ഭാഗമാണ് ഓൺ ഫോൾഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ഫോൾഡ് ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ 2 ആക്കി മാറ്റുകയാണ്. കാരണം നമുക്ക് ഒന്ന് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒന്ന് നമുക്ക് ബാക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒറ്റ പേപ്പറിൽ നിന്ന് നമുക്ക് 2 ചെയ്തെടുക്കാം.
ഓക്കെ. അപ്പോൾ ഈ ഓൺ ഫോൾഡ് എന്ന് എഴുതിയിട്ടുള്ള ഭാഗം നമ്മൾ തുണിയിൽ വെക്കുന്ന സമയത്ത് തുണി മടക്കി ഇടുന്ന ആ ഭാഗത്ത് തന്നെ വേണ്ട വെക്കാൻ. നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പീസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതാണ് നമ്മുടെ ബാക്ക് പീസ് വരുന്നത്. ഇതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും തമ്മിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ടും ബാക്കും. ഇനി നമുക്ക് പാനൽസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പാനൽസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഓൺ ഫോൾഡ് സൈഡാണ്. അപ്പോൾ ഈ ഓൺ ഫോൾഡ് സൈഡിലേക്ക് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടില്ല, ഈ സ്കല്ലോപ്പ് വരച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ ഇതുപോലെ അങ്ങ് വരച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലൈനെ നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഫ്രിൽസിൻ്റെ ഭാഗത്തേക്കും കൂടി ഈ ഒരു ലൈനെ നമുക്കിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പാനൽസ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പാനൽസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഫ്രണ്ടിലെയും ബാക്കിലെയും പാനൽസിൻ്റെ അളവിൽ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, നെക്കിൻ്റെ ഭാഗത്ത് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ താഴെ ഭാഗത്ത് ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യരുത്, തിരിച്ചതായി ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പമാവുള്ളൂ. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കിത് ഈ ഒരു ഫസ്റ്റ് പാനൽ കട്ട് ചെയ്യും. ഓൺ ഫോൾഡ് സൈഡിൽ വരുന്ന ഈ ഒരു പാനലുണ്ടല്ലോ, ഈ പാനൽ ആദ്യം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓൺ ഫോൾഡ് സൈഡ്. ബാക്കിൽ വരുന്ന ഓൺ ഫോൾഡ് സൈഡ് ഇതാണ്. അതുപോലെ ഫ്രണ്ടിൽ വരുന്ന ഓൺ ഫോൾഡ് സൈഡ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബാക്ക് എന്നൊക്കെ എല്ലാ പേപ്പറിലും എഴുതി വെക്കണം, നമുക്ക് മാറിപ്പോകാൻ പാടില്ല. ഇനി ഇതാണ് നമ്മുടെ ഫ്രിൽസിൻ്റെ പോർഷൻ, അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാത്തിലും നമുക്ക് മാർക്കിങ് കൊടുത്ത് വെക്കാം. ഇത് നമ്മുടെ ഫ്രണ്ടിനുള്ള ഫ്രിൽസാണ്. അതുപോലെ ഈ ബാക്കിൽ വരുന്നത് ബാക്കിനുള്ള ഫ്രിൽസാണ്. ക്ലിയർ ആണല്ലോ? ഇത് നമ്മുടെ അടുത്ത പാനലിൽ വരുന്നത് ഇതാണ്. ഇനി ഇതും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ താഴെ വരുന്ന ഫ്രില്ലിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതും കൂടി നമുക്കിതിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരരുത്. നമ്മുടെ ക്ലോത്ത് എപ്പോഴും താഴെ ഭാഗത്ത് നിന്ന് ലെവൽ ചെയ്യുക കേട്ടോ. കാരണം നെക്കിൻ്റെ ഭാഗത്ത് എന്താ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടും ഇത് ബാക്ക് ഫ്രില്ലുമാണ്. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണേ കറക്റ്റ്. അപ്പോൾ നമ്മുടെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.